ആല പനങ്ങാട് സാഹിബിന്റെ പള്ളിയിൽ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. ചരിത്രപ്രസിദ്ധമായ ആല പനങ്ങാട് സാഹിബിന്റെ പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി സാഹിബ് ഉപ്പാപ്പ തങ്ങൾ അവറുകളുടെ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ 3 വരെ നീണ്ടു നിൽക്കുന്ന ആണ്ട് നേർച്ചയുടെ ഭാഗമായി ഇന്ന് പതാക ഉയർത്തൽ നടന്നു. നമ്മുടെ മഹലിന്റെ സ്വപ്ന പദ്ധതിയായ ഒറ്റൂരിന്റെ ശിലാസ്ഥാപനം നടത്താനായി തങ്ങളെ പള്ളി ഭാഗത്തേക്ക് പോവുകയാണ്. ഇതോടനുബന്ധിച്ച് ബൈത്തുന്നൂർ ശിലാസ്ഥാപനവും നടന്നു. പാണക്കാട് സയ്യിദ് മുയിൻ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. രാത്രി 7-ന് മജ്ലിസുന്നൂർ മഹാസംഗമം, ദുവാ മജ്ലിസ് എന്നിവ നടക്കും. 8-ന് മുഹമ്മദ് മിദ്ലാജ് ഫാളിലി അൽ ജലാലിയുടെ മതപ്രഭാഷണവും സിറാജുദ്ദീൻ ഹാസിമി പത്തനാപുരം നടത്തുന്ന പ്രഭാഷണവും ഉണ്ടാകും. ആണ്ടുനേർച്ചയുടെ സമാപന ദിവസമായ ഓഗസ്റ്റ് 3-ന് ഉച്ചയ്ക്ക് 2:30 വരെ അന്നദാനം നടത്തും. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ നൌഷാദ് ചളിങ്ങാട്ട്, ഷാഹുൽ ഹമീദ് കണ്ണംകുളം, ഹമീദ് വൈപ്പിപ്പാടത്ത് എന്നിവരാണ് ആണ്ടുനേർച്ച ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. 3 ദിവസം നടക്കുകയാണ്. ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട പാണക്കാട് മുയിൻ അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തുന്നതോടുകൂടി നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇന്ന് ഓഗസ്റ്റ് 1 രാത്രി 8 മണിക്ക് പ്രഗൽഭ വാഗ്മി നമ്മുടെ സിറാജുദ്ദീൻ ഹാസിമി പത്തനാപുരം ഇന്ന് നമ്മളോട് അഭിസംബോധന ചെയ്യുകയാണ്. തുടർന്നും 2 ദിവസങ്ങളിൽ നമ്മുടെ വഹാബ് നഈമി കൊല്ലം വെള്ളിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അതേപോലെ ശനിയാഴ്ച ദിവസം മൗലിദ് പാരായണം, അതേപോലെ ദുആ മജ്ലിസും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അന്നദാനവും നടത്തി നമ്മുടെ ഈ പരിപാടിക്ക് അവസാനം കുറിക്കുകയാണ്. എല്ലാവർക്കും അഭയകേന്ദ്രമായി എല്ലാവരും ഓടിയെത്തുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വിളക്ക് നാളമായ 230 കൊല്ലം ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും അത്താണിയായ ഈ നാടിൻ്റെ മതസൗഹാർദ്ദമായ പഴമയായ എന്താണ് ജീവിതം എന്ന് വരച്ചു കാണിച്ച ബഹുമാനപ്പെട്ട മുനവ്വർ ഷാ തങ്ങൾ സാഹിബ് ഉപ്പാപ്പ അവരെല്ലാവരുടെയും ആളാണ്, എല്ലാ ജനങ്ങളുടെയും നേതാവാണ്. മഹാനവറുകൾ ആണ്ട് നേർച്ചയാണ്. ഈ കാലത്ത് മഹാനവറുകളുടെ ജീവിതം അത് കൂടുതൽ നമ്മളിലേക്ക് ആവാഹിക്കേണ്ട സമയമാണ്. പദ്ധതിയായിട്ട് ബൈത്തുന്നൂർ വീട് നിർമ്മാണം, വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഈ ഒരു സംരംഭം അത് ആരംഭിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട എല്ലാ സഹായവും എല്ലാം എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഈ ഒരു പദ്ധതി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും വിജയിപ്പിച്ച് തരുമാറാണ്. അത് വലിയൊരു സ്റ്റെപ്പാണ് ഇവരെടുക്കുന്നത്. അപ്പം നല്ല നിലയ്ക്ക് പെട്ടെന്ന് തീർക്കാനും എല്ലാം സാധിക്കുമാറാണ്. എല്ലാവരും